ഞങ്ങൾ ഇനി ഒരിക്കലും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയേ ചെയ്യില്ല എന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ടത്രേ. അങ്ങനെയാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഇനി അത് ഇന്ത്യ പറയണം ഞങ്ങൾ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് വൈറ്റ് ഹൗസിന്റെ സ്ഥിരീകരണം. അമേരിക്കൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ അമേരിക്ക ഇളവ് ചെയ്യും. ബാലഗോപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ബാലഗോപാൽ, ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വലിയ തോതിലുള്ളൊരു വ്യക്തത ഇനിയും വരുത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയേ ഇല്ല എന്ന ഒരു ഉറപ്പ് വൈറ്റ് ഹൗസിന് നൽകിയിട്ടുണ്ടാകുമോ, അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ടാകുമോ? മോത്തി, ഗുഡ് മോർണിംഗ്. ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ചില ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. വൈറ്റ് ഹൗസ് പുറത്തിറക്കിയിരിക്കുന്ന വാർത്താക്കുറിപ്പിലാണ് ഇന്ത്യ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പ് നൽകിയിരിക്കുന്നതായി ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനു പുറമെ ഈ അമേരിക്കയിൽ നിന്നുള്ള ഊർജ്ജ സമ്പത്ത്, അതായത് എണ്ണ ഉൾപ്പെടെയുള്ള ഊർജ്ജ സമ്പത്ത് ഇന്ത്യ വാങ്ങുമെന്ന ഉറപ്പ് നൽകിയതായും വൈറ്റ് ഹൗസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അതായത് ഇന്ത്യയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പുലർച്ചെ ഈ ഇന്ത്യക്ക് ചുമത്തിയിരുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് ചുമത്തിയിരുന്ന അധിക തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിൻവലിച്ചിരുന്നു. ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെയായിരുന്നു അത് പിൻവലിച്ചിരുന്നത്. ആ പിൻവലിച്ചത് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള, അത് അറിയിച്ചുകൊണ്ടുള്ള അറിയിപ്പിലാണ് അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന് വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടുള്ളതായി ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുന്നത്, അമേരിക്ക അഥവാ വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്. ഫലത്തിൽ ഇന്ത്യ ഇനി മുതൽ പരോക്ഷമായോ പ്രത്യക്ഷമായോ റഷ്യൻ എണ്ണ ഉടനൊന്നും വാങ്ങാൻ സാധ്യതയില്ല എന്നാണ് വൈറ്റ് ഹൗസിന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് വിദേശകാര്യ വക്താവ് ഒഴിഞ്ഞു മാറിയിരുന്നു. അദ്ദേഹം ഈ വിപണി സാഹചര്യങ്ങൾ നോക്കിയ ശേഷം ഇന്ത്യ ഒരു തീരുമാനമെടുക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അമേരിക്ക ഇപ്പോൾ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അമേരിക്ക പറഞ്ഞിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ റഷ്യൻ എണ്ണ വാങ്ങില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയിരുന്ന അധിക തിരുവ, അതായത് 25% അധിക തിരുവ ഇപ്പോൾ അമേരിക്ക പിൻവലിച്ചിരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൗസ് അറിയിക്കുകയും ചെയ്തത്. സോയാബീൻ എണ്ണ എന്നിവയ്ക്ക് ഇന്ത്യയിൽ തീരുവ ഇളവ് ലഭിക്കുമെന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില സാധനങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്കം 18% കുറയ്ക്കുമെന്നും പല ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ ഈ ചുങ്കം ഒഴിവാക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അത് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഒരു അടിമപ്പെടലാണോ? ഇന്ന് പുലർച്ചെ പുറത്തിറക്കിയിരിക്കുന്ന ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച സംയുക്ത പ്രസ്താവനയിലാണ് ഈ തീരുവ ഇളവ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ചരിത്രപരമായൊരു നാഴികക്കല്ലാണ് എന്നാണ് ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം അനുസരിച്ചാണെങ്കിൽ വളരെ അതിസെൻസിറ്റീവായ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ ക്ഷീരോത്പാദന മേഖലയിലുമുള്ള അതിസെൻസിറ്റീവായ തന്ത്രപ്രധാന മേഖലകളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയിരുന്നത്. ഇന്ന് പുറത്തിറക്കിയിരിക്കുന്ന ഈ സംയുക്ത വാർത്താക്കുറിപ്പ് പ്രകാരം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വൈൻ, സ്പിരിറ്റ്, സോയാബീൻ എണ്ണ തുടങ്ങിയ വസ്തുക്കൾക്കുൾപ്പെടെ ഈ തീരുവ ഒരുപക്ഷെ അത് പൂർണ്ണമായി ഒഴിവാക്കുകയോ അതല്ല എങ്കിൽ ഈ നിലവിലുള്ള ഇറക്കുമതി തീരുവയിൽ വൻ വെട്ടിക്കുറവ് വരുത്തുകയോ ചെയ്യുമെന്നാണ് ഈ ചട്ടക്കൂട്ടിൽ, അതായത് ഈ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവ രാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, ചില യന്ത്ര സാമഗ്രികൾ എന്നിവയ്ക്ക് അമേരിക്ക തീരുവ ഇളവ് നൽകുന്നതായിരിക്കും. അതായത് ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ അതിനുള്ള ഇളവ് നൽകും, തീരുവ ഇളവ് നൽകുമെന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വിമാനങ്ങളും വിമാന സാധനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾക്കും അമേരിക്ക തീരുവ ഇളവ് നൽകുമെന്നും ഈ സംയുക്ത വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വാർത്താക്കുറിപ്പിന് പിന്നാലെ കേന്ദ്ര മന്ത്രി പീയൂഷ് ഗോയൽ പുറത്തിറക്കിയിരിക്കുന്ന അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. അതുപ്രകാരം ഇന്ത്യൻ കയറ്റുമതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് വലിയൊരു, അതായത് 30 ട്രില്യണിലധികം വരുന്ന ഒരു കമ്പോള മേഖലയാണ് ഇപ്പോൾ തുറന്നു കിട്ടുന്നത്.
അതുവഴി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നതെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഉൽപ്പന്നങ്ങളുടെ വിലയുമായി ബന്ധപ്പെട്ട കയറ്റുമതിയുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാണ് എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത്.